ഒരു ദിവസം ഡാക്കിനി അമ്മൂമ്മ കുട്ടൂസന്റെ വീട്ടിലെത്തി. ഏ, കുട്ടൂസൻ എന്താ കുടലും പിടിച്ച് നോക്കുന്നത്? ഡാക്കിനി, ഞാൻ ഒരാളെ കാത്തിരിക്കുകയാ. മൂസാച്ചാൻ. ഏ, അതാരാ മൂസാച്ചാൻ? ഹിഹി, ഒരു ചൈനീസ് മന്ത്രവാദിയാ. അയാളുമായി ലുട്ടാപ്പി ഇപ്പഴിങ്ങി വരും. ഈ ചൈനീസ് മന്ത്രമൊക്കെ ഇവിടെ ഫലിക്കുമോ എന്തോ? ഹഹ, വരുന്നുണ്ട് ഡാക്കിനി, നോക്ക്. ഹയ്യടാ, എന്തോ സഞ്ചയമുണ്ട്. മാന്ത്രിക സാധനമാ, ഉറപ്പ്. ഉടനെ വരണം വരണം, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഷാൻ ഗ്യാങ് കുട്ടുച്ചാൻ, ഗ്യാങ് ചാൻ. ശിശിഷ്, കുട്ടുസ, കയ്യിൽ സഞ്ചി കാണുന്നില്ലല്ലോ. വഴിയിൽ തെറിച്ചു പോയോ? നേരാണല്ലോ, ചോദിക്കാം. മൂസച്ചാനെ, മാന്ത്രിക സാധനമൊന്നുമില്ലേ? ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ. ഉണ്ടല്ലോ, വാ, പുറത്തേക്ക് വാ. ദാ, ആ സഞ്ചി കണ്ടോ? അതിലുണ്ട് പറ്റിയ സാധനം. എന്തിനാണ് അവിടെ വെച്ചത്? കുഴപ്പം പിടിച്ചത് വല്ലതുമാണോ? അതെ അതെ, മഹാ കുഴപ്പം പിടിച്ചതാ. അതല്ലേ അവിടെ വെച്ചത്. ശിശിഷ്, അതൊരു ബോംബാ, ഇന്ത്യൻ ബോംബ്. പൊട്ടിയാൽ അടുത്തു നിൽക്കുന്നവരെല്ലാം കുരങ്ങന്മാരാകും. ഹമ്മേ, അവനെങ്ങനെയാ പൊട്ടുന്നത്? ബോംബിന്റെ പേര് പറഞ്ഞാൽ ഉടൻ പൊട്ടും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോലും ഠേ. ഹി ഹി ഹി, അത് കൊള്ളാം. ആ പിള്ളേരെ കുരങ്ങന്മാരാക്കാൻ പറ്റിയ സാധനമാ. അതെങ്ങനെ കുട്ടൂസ പിള്ളേരെ കുരങ്ങന്മാരാക്കുന്നത്? ഹി ഹി, ഇതാ പിള്ളേരുടെ സ്കൂളിൽ കൊണ്ടിട്ടാൽ മതി. അവർ ഇന്ത്യ എന്നൊക്കെ പുസ്തകത്തിൽ വായിക്കുമ്പം ഠേ. ഹയ്യടാ, പിന്നെ ഒരു സ്കൂള് നിറയെ കുരങ്ങന്മാര്. ഹമ്പ, അത് കലക്കി. കുരങ്ങന്മാരെ വിറ്റ് കാശുമുണ്ടാക്കാം. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഹോ, എന്തു ചെയ്യും? എങ്ങനെയും കുട്ടികളെ രക്ഷിക്കണം. എന്തായാലും ഇവരെ പിന്തുടരാം. വൈകാതെ. എല്ലാരും പറഞ്ഞത് കേട്ടല്ലോ. ആ വാക്ക് ആരും പറഞ്ഞു പോകരുത്. കേട്ടോടാ ലുട്ടാപ്പി, പറഞ്ഞാൽ? ഞാൻ പറയില്ല, അമ്മൂമ്മ പറയാതിരുന്നാ മതി. ഇവരുടെ മുമ്പേ പോകാം. എന്തെങ്കിലും സൂത്രം തോന്നാതിരിക്കില്ല. ഏ, ആ ബോർഡ് കൊണ്ട് പണിയുണ്ട്. ഓം ഹ്രീം വളരെ വളരെ. അപ്പോൾ ഹു, കുട്ടുച്ചാനെ, നല്ല ക്ഷീണം. ഒരു കാപ്പി കുടിച്ചാലോ? ലുട്ടാപ്പി, നല്ല ഹോട്ടൽ കണ്ടാൽ നിർത്തിക്കോണം. ഏറ്റു. ദാ, പറ്റിയ സ്ഥലം എത്തിയല്ലോ. എന്താടാ അത്? നോക്ക്, ഇന്ത്യൻ കോഫി ഹൗസ്. ഏ, ചതിച്ചു. നാശം പിടിച്ചവൻ. അടുത്ത നിമിഷം ഠോ. ഉടനെ ക്രീ കുർ